പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന കൂടുതലും ക്രിസ്ത്യാനികളെയാണ്, അതിൽ കൂടുതൽ കത്തോലിക്കരെ. നമ്മളൊക്കെ സ്നാനം സ്വീകരിച്ചവരും സഭയിലെ ഓരോ തിരുനാളുകൾ ആഘോഷിക്കുന്നവരും. നമുക്കറിയാം, നമ്മൾ പെന്തക്കോസ്താ തിരുനാൾ, പരിശുദ്ധാത്മാവിനെ നിറയൽ, അതുപോലെ കൈസ്മാരി നവീകരണത്തിലൂടെ കൈവച്ച് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൽ പൂരിതരായവരൊക്കെയാണ്. അത് ഞാൻ അടുത്തൊരു നാൾ ചിന്തിക്കും, അത് നമ്മളൊരു പക്ഷെങ്കിൽ സ്വീകരിക്കാത്ത ഒരു സ്നാനമുണ്ട്. അത് അഗ്നിയാൽ ഉള്ള സ്നാനം ആണ്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 3:8 മത്തായി 3:8 പറയുന്നുണ്ട്, അവൻ അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. നമുക്കറിയാം 3 തരത്തിലുള്ള സ്നാനമുണ്ട്. ഒന്ന് ജലത്താൽ ഉള്ള സ്നാനം, അതാണ് കൗരാശിക സ്നാനം, നമ്മുടെ പള്ളിയിലൊക്കെ ഉള്ളതും നമ്മൾ സ്വീകരിച്ചതും. 2 നമുക്കറിയാം ആഗ്രഹത്താലുള്ള സ്നാനം, വെള്ളത്താൽ സ്വീകരിച്ചിട്ടില്ല, പള്ളിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്നാൽ പരിശുദ്ധാത്മാവിലും യേശുവിനെയൊക്കെ ദാഹിച്ച് ജീവിക്കുന്ന, അത് വ്യക്തിപരമായ യേശുവുമായി ബന്ധപ്പെട്ട ആത്മാവിൻ്റെ അനുഭവമുള്ളവർ, അതാണ് ആഗ്രഹത്താൽ ഉള്ള സ്നാനം. ഒരു സ്പെഷ്യൽ പള്ളി സ്നാനം കിട്ടാത്തവർ. 3 നമുക്കറിയാം രക്തത്താൽ ഉള്ള മാമോദിസ, ബാപ്റ്റിസം ഇൻ ബ്ലഡ് എന്ന് പറയും. അതായത് രക്തസാക്ഷിത്വം, യേശു നാമത്തിൽ യേശുവിന് വേണ്ടിയിട്ട് വേറൊരു മാമോദിസയും സ്വീകരിച്ചിട്ടില്ല എങ്കിലും മരിക്കുന്നവർ, രക്തം ചിന്തുന്നവർ. ഈ 3 സ്നാനത്തെപ്പറ്റിയും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്, വേദോപദേശത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇനിയും നമുക്ക് അത് ഒന്ന് നോക്കുകയാണെങ്കിൽ, 1 പത്രോസ്, നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ തന്നെയാണ് നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്നത്. 1 പത്രോസ് അധ്യായം 1 വചനം 6. ഇവിടെ അതിന് മുമ്പ് അത് നമ്മൾ ചിന്തിക്കണം, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ അവിടുത്തെ സ്വഭാവത്തിൽ തരാനാണ്, നമുക്ക് ദൈവിക സ്വഭാവം തരാനാണ്. 2 പത്രോസ് 1 അധ്യായം 4, 2 പത്രോസ് 1:4. ഇപ്പോൾ ഞാൻ വായിക്കുന്ന 1 പത്രോസ് അധ്യായം 1:6. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അപ്പോൾ പറയുന്ന 1, അഗ്നിശോധനയെ അതിജീവിക്കുന്ന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും അത് പരീക്ഷകളെ അതിജീവിക്കുന്ന ജീവിതമെന്ന്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ധ്യാനിക്കണം. ഈശോ നമുക്കറിയാം യോർദാൻ കരയിൽ വെച്ച് സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നതും നമുക്കറിയാം. എന്നാൽ നമ്മൾ വേറൊരു ഭാഗം വായിക്കുന്നു, മർക്കോസ് 10:38. അവിടെയാണ് ശബരിപുത്രന്മാർ അമ്മയായിട്ട് വരുന്നത്, ഇടത്തും വലത്തും ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം കഥ അല്ലേ, ആ സംഭവം. അപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാവോ? അവർ കുടിക്കാമെന്ന് മക്കൾ സമ്മതിക്കുകയും ചെയ്തു. ഇനി ഒന്ന് ചിന്തിച്ച്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയും? ഹല്ലേലൂയ. സ്നാനം യോർദാനിൽ വെച്ച് സ്വീകരിച്ച ഈശോ പറയാണ്, അത് ഞാൻ പാനപാത്രം, അത് നമുക്കറിയാം പാടുപീഠകളും കുരിശുമരണവും. ഇനിയും പറയാണ്, ഞാൻ സ്വീകരിക്കാനിരിക്കുന്ന സ്നാനം. അപ്പോൾ ആ സഹനത്തിൻ്റെ, ആ വേദനയുടെ, പീഡനങ്ങളുടെ, കുരിശുമരണത്തിൻ്റെ സ്നാനമാണ് അത് കർത്താവ് അത് ഇവിടെ സൂചിപ്പിക്കുന്നത്. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവർത്തിയാവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. കർത്താവ് പറഞ്ഞതാണ് ലൂക്കാ അധ്യായം 12:47. അപ്പോൾ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അതുവരെ കർത്താവ് ആഗ്രഹിച്ച് ഞെരുങ്ങുകയാണ്. അതാണ് കുരിശിലെ
അതേപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. കുരിശിനെപ്പറ്റി ഞാൻ ഏറെ പറയുന്ന ആളും പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിയാണ്. അതിനുശേഷം തുടർന്ന് എഴുതുന്നു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ഹല്ലേലൂയ. അതെ, അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ അത് കൈവപ്പ് പ്രാർത്ഥനയിലൂടെയോ പള്ളിയിലെ സ്നാനത്തിലൂടെയോ പരിശുദ്ധാത്മാവിനെ പ്രാവിൻ്റെ രൂപത്തിൽ സ്വീകരിച്ചു എന്ന് ഞാൻ പറയും. എന്നാൽ തീയുടെ രീതിയിൽ സ്വീകരിച്ചിട്ടില്ല. ഇതുവരെയും തീ വീണിട്ടില്ല. പെന്തക്കോസ്ത വാസ്തവത്തിൽ തീ അനുഭവമായിരുന്നു. തീനാക്കളുടെ രൂപത്തിൽ, അവനെ പ്രാവിൻ്റെ രൂപത്തിലല്ല. ഹല്ലേലൂയ. തീ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ കത്തി ദഹിപ്പിച്ച് കളയുന്നത്, നമ്മളിൽ ദൈവികമല്ലാത്തതിനെ കത്തിച്ച് കളയുന്നു, എന്നിട്ട് വിശുദ്ധി ഉള്ളവരാക്കുക. നമ്മൾ മലാക്കി പ്രവാചകനിൽ പറഞ്ഞതുപോലെ, അതായത് ലേവി പുത്രന്മാരെ സ്വർണവും വെള്ളിയും ഉരുക്കുന്ന പോലെ ഉരുക്കും, അലക്കുകാരൻ കാരമിട്ട് വെളുപ്പിക്കുന്നത് വെളുപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്നാനം ഒരു പക്ഷേ നമ്മളിൽ പലരും സ്വീകരിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ കുറവാണിന്ന് കത്തോലിക്ക സഭയ്ക്ക്, കേരള സഭയ്ക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതേപ്പറ്റി അല്പം ചിന്തിക്കണം. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം അത് തരികയാണ്, നമുക്ക് തരികയാണ്. അത് നമുക്ക്, അതായത് ഈ സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കറിയാമല്ലോ, കേരളത്തിലും ലോകത്തിലും മുഴുവൻ, മണിപ്പൂരും അല്ലെങ്കിൽ പൂഞ്ഞാറും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടെയെല്ലാം അതെ, കർത്താവ് തൻ്റെ സഹനത്തിൽ പങ്കുചേരാനായിട്ട് അത് നമ്മെ വിളിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ശരിയാണ്. അപ്പോൾ വലിയൊരു സത്യമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. നമ്മൾ സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടണം, സഹനത്തിലൂടെ കടന്നു പോകണം. പ്രവാചകനായ സക്കറിയ തൻ്റെ ലേഖനത്തിൽ, തൻ്റെ എഴുത്തുകളിൽ 13-ാം അധ്യായം, സക്കറിയ 13-ാം അധ്യായം 7 മുതൽ വചനങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ഒന്ന് ശ്രദ്ധിക്കണേ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. ദുർബലർക്കെതിരെ ഞാൻ കരം ഉയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 2/3 ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളിയെന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണമെന്ന പോലെ മാറ്റി പരിശോധിക്കും. അവരെൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവരെൻ്റെ ജനമെന്ന് പറയും, കർത്താവ് എൻ്റെ ദൈവമെന്ന് അവർ പറയും. വേണമെങ്കിൽ വീട്ടിൽ പോയിരുന്ന് വായിച്ച് ആ ഭാഗം ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. പറയാണ്, ഇടയനെതിരാണ്. നമുക്കറിയാം, എസെക്കിയേൽ പ്രവാചകൻ 37 ഇടയനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടയനെതിരാണ്. ഇടയന്മാർ ആടുകളെ പോറ്റുന്നില്ല. കേരള സഭയെ നോക്കുമ്പോൾ ഒത്തിരി സത്യമുണ്ട്. നമ്മുടെ ഇടയന്മാരൊക്കെ ആന, കുതിര അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങൾ വരുന്നതിനെതിരെ വലിയ ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണ തകരാൻ പോകുന്നു, ആളുകൾ നശിക്കാൻ പോകുന്നു, യാഥായും പൊട്ടസ്റ്റും എല്ലാം ഉണ്ട്, ഭൗമിക കാര്യങ്ങളുടെ ഭൗമിക ശത്രുക്കൾക്ക്. എന്നാൽ എത്രയോ മക്കൾ, ആത്മീയ മക്കൾ, എത്രയോ ക്രിസ്തീയ ആളുകൾ നഷ്ടപ്പെടുന്നു ഈ നാളുകളിൽ. ഈ കുർബാന പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രം എത്ര പേര് വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, എത്ര വിശ്വാസച്യുതി വന്നിരിക്കുന്നു, എത്ര പേർ പിശാചിന്റെ പിന്നാലെ പോകുന്നു. ശരീരത്തെ നശിപ്പിക്കുന്നവരെ നിങ്ങൾ വിഗണിക്കൂ പ്രിയ ഇടയന്മാരെ. ആത്മാവിനെ നശിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരായിട്ടാണ് നിങ്ങൾ പോരാടേണ്ടത്. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഇനി ജനങ്ങളോട് പറയൂ, എന്നിട്ട് പറയൂ പരസ്പരം ക്ഷമിക്കാൻ. ഈ സക്കറിയ പ്രവാചകന്റെ വാക്ക് ഇന്നുള്ള ഇടയന്മാരോടാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞെന്താണെന്നറിയാമോ? വാളുണ്ട്, നിങ്ങളെ വെട്ടും. പറഞ്ഞിരിക്കുന്നു എസെക്കിയേൽ പ്രവാചകൻ, ഞാൻ നിങ്ങൾക്കെതിരാണ്, ഞാൻ ഇടയന്മാരെ കൂടാതെ എൻ്റെ ആടുകളെ നയിക്കും. ഇന്ന് നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ ഭൗമിക കാര്യങ്ങൾ, സ്കൂൾ നടത്താൻ, കോളേജ് നടത്താൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭൗമിക കാര്യങ്ങൾക്കൊരു സമരം നടത്താൻ പോകുന്നു. ഈ ആത്മാക്കൾ നശിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കൊരു ഒരു ഫീലിങ്,
അതൊരു വികാരവുമില്ല. അതിനുവേണ്ടി നിങ്ങൾ തന്നെ ജീവിതം മാറ്റി വെക്കുന്നില്ല. ഞാൻ അവരെ നോക്കുമെന്ന് കർത്താവ് പറയുന്നു. നമുക്കറിയാൻ സാധിക്കും, ഇന്ന് അൽമേനികളിലൂടെയാണ് പല നവീകരണങ്ങളും നടക്കുന്നത്. ഹല്ലേലൂയ. ആ ഇടയന്മാരെ മാറ്റി നിർത്തിയുള്ള പരിപാടികൾ ധാരാളം ഇപ്പോൾ നടക്കുന്നു. എനിക്കറിയാം, കേരളത്തിലെ പല വീടുകളിലും കയറി ഇറങ്ങി അൽമേനികൾ ആളുകളെ ആശ്വസിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ പണക്കമെല്ലാം മാറ്റണം, ഈ കുർബാനയെപ്പറ്റി പറയുന്നതെല്ലാം വിഗണിച്ചുകൊണ്ട് നിങ്ങൾ കുർബാനയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അൽമേനികളെ എനിക്കറിയാം. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഇടയനെ വെട്ടുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അതെ, 2/3 നശിപ്പിക്കപ്പെടും, 1/3 അവശേഷിക്കും. പ്രിയമുള്ളവരെ, ഏറെ ഈ നാളുകളിൽ പല അച്ഛന്മാരും ഇതേപ്പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും അധികം പറയുന്നില്ല. ഞാൻ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം നമുക്കറിയാം, മുഴുവനും വിശ്വാസത്തെപ്പറ്റി പറയുന്നതാണ്. വിശ്വാസത്തെ പ്രതി ദൈവം ബലി കഴിച്ചവരും മക്കളുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായ അബ്രഹാം ഇതെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ് ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന പീഡനങ്ങളെ പറ്റിയൊക്കെ. ഇനിയും അത് ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഈ ചെറു പ്രസംഗം നിർത്താം. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദെയോൻ, ബറാക്ക്, സാംസൺ, ജഫ്ത, ദാവീദ്, ശമൂവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തിയെ കെടുത്തി, വാളിൻ്റെ വാൽത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവിതത്തിലൂടെ തിരിച്ചു കിട്ടി, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. അവർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ 2 വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വരിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാളുകളുടെയും കോലാളുകളുടെയും തോല് ധരിച്ചു, നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. ഇതൊരു പ്രവചനമാണ്, നടക്കാൻ പോകുന്നതാണ്. നമുക്കറിയാം, ഈ മതപീഡനം ലോകത്താകെ ഇനിയും വർദ്ധിക്കും, കുറയാൻ പോകുന്നില്ല. മാനുഷികമായ പ്രവർത്തനങ്ങളിൽ നിർത്താൻ ദൈവികമാണിത്. ദൈവം ശുദ്ധീകരിക്കുകയാണ്, അഗ്നിയുടെ സ്നാനം വർഷിക്കുകയാണ്, ആ തീയിടുകയാണ്. ഈ തീയിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കഴിക്കാത്തവരെല്ലാം തൂത്തെറിയപ്പെടും. ഇത് കണ്ടു. അതെ, ആളുകൾ എപ്രകാരം ക്യൂ നിന്ന് രക്തസാക്ഷിത്വം വഹിച്ചു കർത്താവിനോട് പ്രതി. എത്ര സഹനങ്ങളിലൂടെ അവർ കടന്നുപോയി. വിശ്വാസത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തയ്യാറാക്കും നിങ്ങളെയും എന്നെ, ഇത് തയ്യാറാക്കും. ഇനിയും പറയാണ്, അത് അങ്ങനെ ആ ശുദ്ധീകരണം നമ്മൾ നടത്തുന്ന ആ 1/3 എന്ന് പറഞ്ഞിരിക്കുന്നത് സക്കറിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഭാഗം, അവശേഷിച്ച ഭാഗം. ആ ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ ഈ ലോകത്തിലായിരിക്കും, അവരായിരിക്കും യഥാർത്ഥ ക്രിസ്ത്യാനികൾ. 38-ാം വചനം പറയുന്നു, ഹെബ്രായർ 11:38, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അതേ പ്രിയമക്കളെ, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവരെ ഒരു പക്ഷേ ലോകത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നും നല്ല ക്രിസ്ത്യാനികളായി നീ ജീവിക്കൂ, ക്രിസ്ത്യാനിയായി ജീവിക്കൂ. ലോകത്തിന് നിന്നെ അംഗീകരിക്കാൻ സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ പല കരിസ്മാറ്റിക്കുകളും എന്നോട് പറയാറില്ല, അച്ഛാ ഞാൻ കരിസ്മാറ്റിക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നും പള്ളി പോയി, വീട്ടിലാർക്കും എതിരെ, നാട്ടുകാർ പറയുന്നു, വിചാരിച്ചും പോലും പറയുന്നു അത് എനിക്കെതിരായിട്ട്. അതെ, നിങ്ങൾ ഒത്തൻറ്റിക് ക്രിസ്ത്യാനികളായി, യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ തീരുമാനിച്ച് ജീവിക്കുമ്പോൾ ലോകം നിനക്കെതിരായിരിക്കും. ലോകത്തിന് നിങ്ങളെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള അതെ ക്രിസ്ത്യാനികളെയാണ് കർത്താവ് ഇപ്പോൾ ഒരുക്കി വാർത്തെടുക്കുന്നത്. ആ കർത്താവ് അപ്രകാരമുള്ളവരുടെ കൂടെ ഉണ്ടായിരിക്കും, കൈവിടില്ല കേട്ടോ. ഈ ശുദ്ധീകരിച്ച് കൂടെ കൊണ്ടുനടക്കും. നമുക്കറിയാം, 3 ബാലന്മാരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിൽ ദാനിയേൽ പുസ്തകം. ആ തീക്കകത്ത് കർത്താവ് കൂടെ ചെന്നു. അവർ 4 പേരായി കാണപ്പെട്ടു. അവിടെ ഒരു രോമം പോലും കത്തിയില്ല. ഈശോ അവരെ സംരക്ഷിച്ചു. നമുക്കറിയാം, ചാരിത്രത്തിന് വേണ്ടിയിട്ട് സൂസന്ന എപ്രകാരം കഴിവ് മരത്തിലേക്ക് നയിക്കപ്പെട്ടു.
അതും പ്രധാന ആചാര്യന്മാരാൽ ചെണ്ട കൊട്ടിക്കൊണ്ട് അവളെ തൂക്കാൻ പോയി, അവൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥയുണ്ടാക്കി. എന്നാൽ അവസാനം ദാനിയേൽ എന്ന ചെറുപ്പക്കാരൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം തട്ടി ഉണർത്തി നീതി നടപ്പാക്കി. പ്രിയമുള്ളവരെ, ഇതൊക്കെ സംഭവിക്കും. ഇത് സത്യങ്ങൾ ആണ്, മറന്നു പോകരുത്. സിംഹക്കൂട്ടിലേക്ക് ദാനിയേലിനെ പിടിച്ചെറിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ചെന്ന് നോക്കി, സിംഹം അവനെ കടിച്ചു കീർത്ത് എല്ലുപോലും തിന്നു കാണുമെന്ന് മഹാരാജാവ് ഓർത്തു. എന്നാൽ അതെ, സിംഹത്തിൻ്റെ പല്ലെണ്ണുന്ന ദാനിയേലിനെയാണ് കണ്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊക്കെ അതെ സത്യങ്ങളാണ്, ചുമ്മാ കഥകളല്ല, മിഥ്യകളല്ല. ഈശോ കൂടെ ഉണ്ടായിരിക്കും. അവനോട് കൂടി ചേർന്ന് നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ, അപ്പോൾ അത് ആത്മാവിലുള്ള സ്നാനത്തിലൂടെയാണ്. എന്തെല്ലാം സഹനങ്ങളും വേദനകളും ഉണ്ടായാലും എൻ്റെ ശുദ്ധീകരണത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. എൻ്റെ രോഗമായിരിക്കാം, പട്ടിണിയായിരിക്കാം, സാമ്പത്തിക കടബാധ്യതയായിരിക്കാം, മറ്റുള്ളവരുടെ വെറുപ്പായിരിക്കാം, മാറ്റി നിർത്തലായിരിക്കാം. ഇതെല്ലാം നിങ്ങൾ കേട്ടിപ്പോൾ. എന്നാൽ അതെ, കർത്താവ് അവരെ സംരക്ഷിക്കും, അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരു ഭാഗം കൂടി വായിച്ചുകൊണ്ട് ഈ ഉത്ബോധനം ഞാൻ നിർത്തുകയാണ്. 11-ാം അധ്യായം, റോമ 11-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് 1 മുതൽ വചനങ്ങളിൽ. അതായത് ഇസ്രായേലിൻ്റെ വലിയ ഒരു പ്രവാചകൻ ആയിരുന്ന ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഏലിയ ഒരു വലിയ പ്രവാചകനായിരുന്നു. നമുക്കറിയാം, മോറിയ മലയിൽ വെച്ച്, കാർമൽ മലയിൽ വെച്ച് 450 ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചവരാണ്. നമുക്കറിയാം, അവൻ ഒറ്റയ്ക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ബലിവസ്തുവിനെ കത്തിച്ചവനാണ്. അവൻ 450 പേര് മസില് പിടിച്ച് ബാലിനെ വിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല. അത്ര പ്രാർത്ഥനയുള്ളവൻ, സ്നേഹമുള്ളവൻ. അവൻ നമുക്ക് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം വായിക്കട്ടെ. 11-ാം അധ്യായം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, വചനം 2 മുതൽ. ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, റോമ 8:28. താൻ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൈവിടില്ല, അവർക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന്. അതിനുശേഷം പറയാണ്, ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നത് എന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമോ? അതായത് ഇസ്രായേലിനെതിരായിട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് വാദിക്കുന്ന ആളുകളോട് പറയുന്നത്, നോക്കൂ, ഇതാണ്: കർത്താവേ, അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു. അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്. അവരെൻ്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ? ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പീഡനങ്ങളെല്ലാം നടക്കുമ്പോൾ വേറെ ആയിരങ്ങൾ, ഒരു വിഷയം അത്താന്മാരും അച്ഛന്മാരും കന്യാസികളൊക്കെ വിശ്വാസം ഉപേക്ഷിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് തനിക്കായിട്ടുള്ളവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇതിനിടെ ഇത് പറയാണ്, അപ്രകാരം കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. ഹല്ലേലൂയ. അതെ, ഈ കാലഘട്ടത്തിൽ, ഈ പീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ കൃപ നിറഞ്ഞവർ, കർത്താവിൻ്റെ അവശിഷ്ട ഭാഗം എന്ന് പറയും, അവരെ സംരക്ഷിക്കും. അത് തെരഞ്ഞെടുത്തും മാറ്റി നിർത്തും, അവരുടെ കൂടെ നടക്കും. അവിടെ ആയിരിക്കും യമാനിൽ അനുഭവമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേച്ച് അയ്യോ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പരാതിയും പറഞ്ഞ് ഒരു സമാധാനമില്ല നടക്കാണ്. എവിടെ കിട്ടും ആ ധ്യാനാശ്രമത്തിൽ പോകണം, ഈ അച്ഛൻ്റെ കൂടെ പോകണം, അവിടെ പോയാലായിരിക്കും കിട്ടുന്നത് നോക്കി നടക്കുകയാണ്, പരതി നടക്കുകയാണ് ഈ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി. അതാ പ്രിയമുള്ളവരെ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത എന്ന് പറഞ്ഞാൽ ആ തിന്മയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത, ഹല്ലേലൂയ, ഒരു ജനതയെ അവൻ ഇതിനിടയ്ക്ക് വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നീയും ഞാനും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ അഗ്നി ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ കൂടെ പ്രശോഭിക്കുന്നവരായിരിക്കും, സന്തോഷം അനുഭവിക്കുന്നവർ, ശക്തി അനുഭവിക്കണം. ഒരു ഭൗമികമായ നേട്ടങ്ങളും ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളും പിൻവലിക്കപ്പെട്ടേക്കാം, എല്ലാ അവകാശങ്ങളും പോയേക്കാം. ഞാൻ പറഞ്ഞ പോലെ അവർ അലഞ്ഞു തിരിഞ്ഞു നടന്നേക്കാം. അവരെ സ്വീകരിക്കുവാൻ, സ്വന്തമാക്കാൻ ഈ ലോകത്തിന് യോഗ്യതയില്ല.
അത് യഥാർത്ഥ ക്രിസ്ത്യാനികളെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകം നിങ്ങൾക്കെതിരാണ്. ലോകത്തിലാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങളും ലോകത്തിൻ്റെതല്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു, മനഃപൂർവ്വം പഠിപ്പിച്ചത്. അതിലേക്ക് കർത്താവ് ഈ പഠിപ്പീരൊക്കെ പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല. ഇപ്പം കേൾപ്പിക്കുകയാണ്. ഇതാണ് മതപീഡനം ഇന്ത്യയിൽ, അല്ലെ മറ്റ് രാജ്യങ്ങളിൽ. നിങ്ങൾക്കറിയാം, 153 രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ വളരെ ഗൗരവതരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ക്രിസ്ത്യൻ നാമം പറയാൻ പോലും പറ്റാത്ത, അർഹതയില്ലാത്ത രാജ്യങ്ങൾ 50-ലധികമുണ്ട്. നമുക്കറിയാം, പാസ്റ്റർമാരെയും അച്ഛന്മാരെയും കന്യാസികളൊക്കെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും പള്ളികൾ തകർക്കുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം അറിവുള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ്. ഇതെല്ലാം ഇനിയും കൂടും, കുറയാൻ പോകുന്നില്ല. അഗ്നി ചൊരിയപ്പെടുകയാണ്. അഗ്നിയുടെ ജ്ഞാനം, തീ വീഴുകയാണ്. അവിടെ ബാലിന് തലകുനിക്കാതെ, തിന്മയ്ക്ക് തലകുനിക്കാതെ, യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, വിശ്വാസത്തിൽ ഒരു കോട്ടവും വരുത്താതെ, യേശുവെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതായിരിക്കട്ടെ ഇനിയുമുള്ള നമ്മുടെ പെന്തക്കോസ്ത അനുഭവങ്ങൾ. അല്ലാതെ ഒരച്ഛൻ കൈവച്ച് പറഞ്ഞു, എന്തൊരു സന്തോഷം, സന്തോഷം. എനിക്ക് അച്ഛനെ കൈവച്ചപ്പോൾ ഇങ്ങനെ മേത്തൂടെ ഒഴുകുകയായിരുന്നു സമാധാനം. എൻ്റെ അച്ഛ ഇതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കള്ളു പിടിക്കാൻ പോകും, വീണ്ടും പെണ്ണ് പിടിക്കാൻ പോകും, വീണ്ടും പഴയതിലേക്ക് മോശമായും ജീവിച്ചാൽ വീണ്ടും പോവുക ധ്യാനത്തിന്. ഈയമ്പൂശാൻ പോകുന്ന പോലെ അല്ല. എൻ്റെ മക്കളെ, ഈയമ്പൂശിലൊക്കെ നിർത്ത്, ഉരുക്കി വാർത്തെടുക്കൂ, വെളുപ്പിക്കൂ. ഒരിക്കലും ആ പ്രഭ നഷ്ടപ്പെടില്ല. ആ ഈശോ നിന്നെ സഹനത്തിലൂടെ പോകുമ്പോൾ അത് തട്ടാൻ സ്വർണ്ണപ്പണിക്കാരൻ ഉരുകിയ ദ്രാവകത്തിലേക്ക് നോക്കി അവൻ്റെ മുഖം കാണുന്ന പോലെ, അപ്പോൾ സ്വർണം യഥാർത്ഥ ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന പോലെ, ഈ അഗ്നി ശുദ്ധീകരണത്തിൻ്റെ കാലത്ത് ഈശോ നിന്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ, വെറോനിക്കയുടെ കയ്യിലെ തുവാലിൽ ആ മുഖം പറഞ്ഞതുപോലുള്ള മുഖം ഈശോ കാണാനിടയാകട്ടെ, ദൈവം കാണാനിടയാകട്ടെ. അതാണ് ഭാഗ്യം മക്കളെ, അതാണ് ക്രിസ്തീയ ജീവിതം മക്കളെ. അവിടെയാണ് ഐശ്വര്യം, അവിടെയാണ് സമ്പത്ത്, അവിടെയാണ് ഞാൻ യേശുവിടെ വസിക്കുന്നത്, അവിടെയാണ് ഞാൻ യേശുവിനെ സ്വന്തമാക്കുന്നത്. പൗലോസിനെ പോലെ ഇനി ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരോട് പറഞ്ഞ് പോകാൻ പറ്റുന്നത്. പോകണം മക്കളെ, അതിനുള്ള ക്ഷണമാണ് ഈ ദിവസങ്ങൾ, ഈ നാളുകൾ, ഇനിയും അവശേഷിച്ചിരിക്കുന്ന കാലഘട്ടം. ആ ലോകാവസാനമെന്നും കത്താൻ രണ്ടാം വരമെന്നൊക്കെ പറയുന്നതെല്ലാം ഇതാണ്. രത്ന ചുരുക്കം, ഈശോ വരട്ടെ, രണ്ടാമത് വരുമ്പോൾ അത് എന്നിൽ അവൻ്റെ മുഖം കാണാൻ ഇടയാകട്ടെ. ഒരു മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വചനം ഹൃദയത്തിൽ കൊണ്ടുവെങ്കിൽ ആ ഹൃദയം ഈശോയ്ക്ക് അർപ്പിക്കുക. കാരണം ഇവിടെ കഥാവി അഗ്നിയാളുടെ സ്നാനം അങ്ങ് സ്വീകരിക്കണമെന്ന് അപ്പസ്തലന്മാരോട് പറഞ്ഞു. ആദ്യ നൂറ്റാണ്ടിൽ അവരെല്ലാം, യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും രക്തസാക്ഷികളായി, തീയാലുള്ള അഗ്നിയാലുള്ള സ്നാനം സ്വീകരിച്ചു. ലോകത്തിലെ ആദ്യത്തെ 55 മാർപ്പാപ്പമാരും വധിക്കപ്പെട്ടു, രക്തസാക്ഷികളായി. ആദിമസഭ വളർന്നു, ശക്തരായി വളർന്നു. അതിന് കാരണം രക്തസാക്ഷിത്വമായിരുന്നു. കർത്താവേ, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കൊടുക്കുക, സിംഹത്തെ അഴിച്ചുവിട്ട് കടുപ്പിക്കുക, കുരിശെ കെട്ടി തീ കത്തിക്കുക. ഞങ്ങൾ കണ്ടിട്ടുള്ള ആദിമസഭയിലെ പീഡനങ്ങളെപ്പറ്റി പലതും. കർത്താവേ, ഈശോയെ ഞങ്ങൾ പ്രത്യേകിച്ച് കേരള ക്രിസ്ത്യാനികൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളെ ഒത്തിരി ലാളിച്ച വളർത്തിയത് ഇന്നു വരെ. അതുകൊണ്ട് ലാളിച്ചു വളർത്തിയതിൻ്റെ അലസതയും അതുപോലെ തന്നെ തീഷ്ണതയില്ലായ്മ എല്ലാം വന്ന് ഭവിച്ചു പോയി ഞങ്ങൾക്ക്. കർത്താവ് ഈശോയെ അതെല്ലാം മാറ്റി തീഷ്ണത ജ്വലിക്കുന്ന ക്രിസ്ത്യാനികളാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശ്വരൻ കേട്ട ഓരോരുത്തരെയും തിരുമാറുടത്തിൽ അർപ്പിക്കുന്നു. ഇപ്പോൾ അമത്തോളം പിന്നീട് കേൾക്കുന്നവരെയും അങ്ങ് വിളിച്ച് വേർതിരിക്കപ്പെട്ട അവശിഷ്ട ഭാഗത്തിലെ അംഗങ്ങളായി തീരട്ടെ എന്ന് ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നാഥ, ലോകത്തിന് അവരെ തൊടാൻ പറ്റില്ല, ലോകത്തിന് അവരെ തൊടാൻ യോഗ്യതയില്ല, സ്വീകരിക്കാൻ യോഗ്യതയില്ല, സ്വന്തമാക്കാൻ പറ്റില്ല. അതേ കർത്താവേ, ക്രിസ്ത്യാനികളായ ഞങ്ങൾ ലോകത്തിൻ്റെതല്ല, അങ്ങയുടേതാണ്, അങ്ങയുടെ സ്വന്തമാണ്, മക്കളാണ്, സഹോദരരാണ്, സുഹൃത്തുക്കളാണ്. ഈശോയെ, ഈ നിമിഷം ഇവരെ ഞാൻ അർപ്പിക്കുന്നു. ആഴമായ ബോധ്യങ്ങൾ കൊടുക്കൂ, ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കൃപ കൊടുക്കൂ. കത്തുന്ന തീയിലും കർത്താവേ, അങ്ങ് സംരക്ഷണം കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.
കാരണമുള്ള കഥാവി അതെ ഒരു വിഷം തിളപ്പിച്ച് എണ്ണയിലേക്ക് എറിയുമ്പോൾ കാരണമുള്ള കഥാവി അങ്ങോട്ട് കൂടി ശക്തരായി പോകാൻ ഏത് ദണ്ഡനങ്ങളിലും അങ്ങയുടെ അസംരക്ഷണം കൊടുക്കണമേ. അതനുഭവിച്ചുകൊണ്ട് ധൈര്യമായി ഒഥൻറ്റിക് യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കാൻ സഹായിക്കൂ. മക്കളെ, ശക്തിയും കൃപയും അനുഗ്രഹം കിട്ടുവാൻ നിങ്ങൾ മാതാവിൻ്റെ വിമലഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ച് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ശക്തരാകാം, നമുക്ക് നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാം. മക്കളെ, ഞാൻ ക്രിസ്ത്യാനി നാമമാത്രമായി പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. അത് വെറും നാമമാത്ര ക്രിസ്ത്യാനികളല്ല, യഥാർത്ഥ ക്രിസ്ത്യാനികളായി നമുക്ക് നമ്മളെ തന്നെ വാർത്തെടുക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, ഉരുക്കി വാർക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.